തുലാമാസം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കാവടി സഞ്ചാരത്തിനും തുടക്കമായി. ഇനിയുള്ള 2 മാസക്കാലം സുബ്രഹ്മണ്യൻ കോവിലുകളിൽ നിന്നും വീടുകളിലെത്തുന്ന കാവടിക്കാർ ആണ്ടിയൂട്ട് ഉത്സവത്തിനുള്ള ധനധാന്യാദികളും പൂജാദ്രവ്യങ്ങളും ഏറ്റുവാങ്ങും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പള്ളിക്കര സുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നുള്ള കാഴ്ചകളാണിത്. വ്രതശുദ്ധിയോടെ തുലാമാസം മുതൽ മകരമാസം വരെ നീണ്ടു നിൽക്കുന്ന കാവടി സഞ്ചാരത്തിന്റെ നേർസാക്ഷ്യം. തുലാം സംക്രമ ദിനത്തിൽ രാത്രിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം രാവിലെയാണ് കാവടി സഞ്ചാരം തുടങ്ങിയത്. ഇനിയുള്ള 2 മാസക്കാലം മുടങ്ങാതെ ദേശസഞ്ചാരം നടത്തുന്ന കാവടിക്കാർ വീട്ടുകാർ പ്രാർത്ഥനാപൂർവ്വം നൽകുന്ന ധനധാന്യാദികളും പൂജാദ്രവ്യങ്ങളും ഏറ്റുവാങ്ങും. ഇവ ഉപയോഗിച്ച് മകരമാസത്തിൽ കോവിലിൽ ആണ്ടിയൂട്ട് നടത്തിയതിനു ശേഷം പഴനിമലയിൽ മുരുകൻ അഭിഷേകം നടത്തുന്നതോടെയാണ് കാവടി സഞ്ചാരത്തിന് സമാപനമാകുന്നത്. ഒരിക്കൽ അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ഭഗവാനെ തൊഴുത് പൂജ നടത്തി. തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്നും 2 പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന മോഹം പതിച്ചു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിഡുംബൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ 2 പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി. നടന്നു പോകുന്നതിനിടെ ക്ഷീണിതനായ ഹിഡുംബൻ പഴരിക്കടുത്ത് വെച്ച് മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറിയ ശേഷം വീണ്ടും മലകൾ തോളിലെടുത്തു വെക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഹിഡുംബന് മലകൾ ഉയർത്താൻ കഴിഞ്ഞില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു ബാലനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തന്റേതാണെന്നും ബാലൻ ഹിഡുംബനോട് വാദിച്ചു. എന്നാൽ ഹിഡുംബൻ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ യുദ്ധമായി. ഒടുവിൽ ബാലൻ ഹിഡുംബനെ വധിച്ചു. ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലായ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷപ്രകാരം മുരുകൻ ഹിഡുംബനെ പുനർജനിച്ച് ഹിഡുംബൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ കൂടി അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകരാക്കണമെന്നും മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് കാവടിയെടുത്ത് തുടങ്ങിയതെന്നാണ് ഐതിഹ്യകഥ. കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യൻ ക്ഷേത്രങ്ങളിൽ ഹിഡുംബൻ പൂജയും നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.